എസ് വി നേരത്തെ വന്നിട്ട് ഔസേപ്പ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞില്ല. കാരണം ഇന്ന് രാവിലെ എസ് വി ഇരിക്കുന്ന റൂമിൽ സോൾജിയ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ വന്നിട്ട് 4 സുവിശേഷങ്ങളിലും നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ആ ഭാഗം വരുമ്പോൾ ഒരിടത്ത് പറയുന്നു കർത്താവിന്റെ ഡെഡ് ബോഡിയുടെ മേത്തുണ്ടായിരുന്ന ആ തുണി ചുരുണ്ട് കിടക്കുന്നു, വേറൊരിടത്ത് പറയുന്നു 2 മാലാഖമാർ അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഒരു വിവരണം കഴിഞ്ഞിട്ട് പറയാണ്, ഇത് പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയതാണോ അതോ എഴുത്തുകാർക്ക് തെറ്റുപറ്റിയതാണോ? ഒരു പ്രസംഗം ഒരു 6 മിനിറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു 2 പേർക്കും തെറ്റുപറ്റിയതല്ല, ഇത് ഖുറാൻ എഴുതിയതുപോലെ എഴുതി ഒറ്റ കോപ്പി ഉണ്ടാക്കിയതല്ല എന്ന് പറയുമല്ല. അപ്പൊ തന്നെ ബഹളം തുടങ്ങി. എന്നെ കൊണ്ട് മിണ്ടിക്കില്ല. ഒരു 6 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 3 മിനിറ്റ് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. എവിടെ ഇത് പറഞ്ഞപ്പോഴത്തേനും ബഹളം തുടങ്ങി. അപ്പൊ ഞാൻ എടുത്തിട്ട് ഇത് മുഹമ്മദ് അപ്പൂപ്പൻ ആയിഷ കൊച്ചിനെ കാണാൻ പോയപ്പോൾ അപ്പൊ എന്നെ മ്യൂട്ട് ചെയ്യും. അങ്ങനെ കാഞ്ചീപുരത്തിന്റെ സാരിയല്ല കൊണ്ടുപോയത്, പർദ്ദയുമല്ല കൊണ്ടുപോയത്, പിന്നെന്താണ് കൊണ്ടുപോയത് എന്നറിയാമോ പാവക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി വീണ്ടും താഴോട്ടിട്ടു. പിന്നെ ഇവര് പ്രസംഗം തുടങ്ങി. അതാണ് ഈ ജോസഫ് അപ്പൂപ്പൻ മേരിയെ കെട്ടിയപ്പോൾ അപ്പൂപ്പനായിരുന്നു എന്നും പറഞ്ഞ് ഇവര് കൊണ്ടുവരുന്നത്. തെളിവൊന്നുമില്ലാത്ത. പക്ഷെ ഇവരുടെ കാര്യത്തിലുണ്ടല്ലോ, ഹദീസിൽ കൃത്യം പറയുന്നു, തിരുമേനി പെണ്ണ് കെട്ടാൻ വന്നപ്പോൾ തിരുമേനിക്ക് 53 വയസ്സും എനിക്ക് 5 വയസ്സ് 8 മാസം പ്രായം എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ. അതുകൊണ്ട് മുഹമ്മദിയരെ, നിങ്ങൾ ക്രിസ്ത്യാനികളോട് കളിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് വെട്ടാനും കുത്താനും ഒന്നും അറിയില്ല. നിങ്ങളുടെ കിതാബുകൾ എടുത്ത് പോലെ വായിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോണ്ടി വരും. ഓടണം, അത്രേ ഉള്ളൂ. ജനറൽ ബ്രദറെ, നമ്മുടെ ആദം ബ്രദർ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ആദം ബ്രദറായിട്ട് സംസാരിച്ചോ. പുള്ളി ഒരു ഉസ്താദാ. എന്റെ ഉലമയാണ്, വെറും ഉലമ. ജനറൽ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഇപ്പൊ തരാം. ഒറ്റ മിനിറ്റ് ഞാൻ പോരാം. ഞാൻ പോകുന്നതല്ല, ഒറ്റ മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ്. ആദം ബ്രദറെ മൈക്ക് എടുത്തോ. സാറേ, ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്നെ അങ്ങ് പുറത്താക്കി. അയ്യോ, ആരാണ് ആദം ബ്രദർ? എന്ത് ചോദ്യമായിരുന്നു ചോദിച്ചത്? ഞാനില്ലേ മദ്യപാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കേരളത്തില് ബാറോ ടോഡിയോ കള്ള് ഷോപ്പോ ഏതെങ്കിലും ഒരെണ്ണം മുസ്ലിമിന്റെ പേരിലുള്ള എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ പേര് പറയാൻ പറഞ്ഞപ്പം എന്നെ അങ്ങ് പുറത്താക്കി. അല്ല, എന്താ ഞങ്ങൾക്ക് ഗുണമുണ്ടോ അറിഞ്ഞിട്ട്? അതറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങൾ ഇത് മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞു കാതൽ സിനിമ ജിയോ ബേബിയുടെ നമ്മൾ സിനിമാക്കാരെ എടുക്കുന്നില്ല ആദം ബ്രദറെ. ഞങ്ങൾ ആ കഥയൊന്നല്ലേ, ഞങ്ങള് മുഹമ്മദ് ഈ സാധനം കുടിച്ച് നബീദ് അടിച്ച കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പോയി സല്ലല്ലാഹി വൽസമ്മ ഈ നബീദ് അടിച്ച് ഭയങ്കരമായിട്ട് കിറങ്ങിയത് അറിയാമോ? ആദമിന് വല്യമ്മ, ഏത് വല്യമ്മ? അങ്ങോട്ട് പറയും, സൽസമ്മ എന്ന് പറയുന്നത്. നബി ചെല്ലമ്മ എന്ന് പറയില്ലേ? അങ്ങനെ എന്ത് പറയും? ഞങ്ങൾക്ക് അറബി അറിയാത്തോണ്ടാണ്. ഒരു മിനിറ്റ്. ആഡമേ ഏതോ ചെല്ലമ്മ ആയിക്കോട്ടെ. ആഡം ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ആരും ഇതുവരെയ്ക്കും. ഓഡിയോ ഷോപ്പോ ബാർ ഷോപ്പോ ബാറോ 5 സ്റ്റാറോ ഏതെങ്കിലും ബാർബർ ഷോപ്പ് ഉണ്ട്, ചോദിക്കാട്ടോ സാർ. ഇന്നലെ മദ്യപാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേരിൽ ഒരു ടോഡി ഷോപ്പോ കള്ള് ഷോപ്പോ ബാറോ സ്റ്റാർ ഹോട്ടലോ ഏതെങ്കിലും മദ്യം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. ഹലോ, ഓക്കെ, അത് ജെന്റിലിന് അറിയില്ല. അടുത്ത ചോദ്യം പോരട്ടെ. അല്ല, അറിയില്ലെന്നല്ല, ഇല്ല. ഇല്ലെങ്കിൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിന്റെ ഉത്തരം കഴിഞ്ഞു, അതിനില്ല. ഓക്കെ, ചോദ്യം ചോദിച്ചപ്പോഴേ എന്നെ എന്താ കഴിഞ്ഞല്ലോ? ഇപ്പൊ താങ്കൾ കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. പിന്നെ അറിയാമായിരുന്ന ചോദ്യം, ഉത്തരം അറിയാമായിരുന്നു, പിന്നെ എന്തിനാ താങ്കൾ ചോദിച്ചേ? ഓക്കെ, അടുത്ത ജെന്റിൽ ബ്രദറെ, ഒരു മിനിറ്റ്. സൗദി അറേബ്യയിൽ തുടങ്ങിയതൊക്കെ ഓക്കെയാണോ? അതിന് മുസ്ലിം ആയിരിക്കും സാറേ. അതിന് ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞു. എംബസിയുമായി ബന്ധപ്പെട്ട് മദ്യം ദുരുപയോഗം ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. അതായത് അവിടെ നേരത്തെ എംബസി ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കോട്ട കൊടുത്തിരുന്നു. അവരത് വെളിയിൽ വിറ്റ് മിസ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി എംബസിയിലെ വിദേശ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് ആർക്കാണ് വിറ്റത്? സത്യം. സാറേ, അവിടെയും സൗദി അറേബ്യയിൽ തന്നെ ഇവിടെ നിന്ന് പോകുന്ന ഒരു ഫ്ലാറ്റിലൊക്കെ വെച്ച് മാറ്റി പിടിച്ച് തലവെട്ടുന്നത്. ഇവിടുന്ന് പോകുന്നവര് വീട്ടിനകത്ത് ഫ്ലാറ്റിനകത്ത് മലയാളികൾ മാറ്റുന്നുണ്ട്, അവരെ പിടിക്കുന്നുണ്ട്, പ്ലീസ്. ഒരൊറ്റ ചോദ്യം. ആരമ്മേ,
സൗദി അറേബ്യയിൽ ബാർ നടത്തുന്നവർ ക്രിസ്ത്യാനികളാണോ മുസ്ലിമീങ്ങളാണോ? സാറേ സൗദി അറേബ്യയിൽ ബാറില്ല, എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമുള്ള കോട്ടയ്ക്ക് വെച്ച് അവർക്ക് അലവ് ചെയ്ത പെർമിറ്റ് അനുസരിച്ചാണ് ഇത് കൊടുക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം നടത്തുന്നത് കൊടുക്കുന്നത് ആരാണ്? സാറേ വിദേശ ഫോറിൻ എംബസിയിലെ ആർക്ക് കൊടുക്കുന്നു എന്നല്ലല്ലോ ചോദ്യം. അത് സൗദി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കാണ് കൊടുക്കുന്നത്. അവിടുത്തെ ഇസ്ലാമിക് ഗവൺമെന്റ് ആണോ? സൗദി ഗവൺമെന്റ് ഇസ്ലാമിക് ഗവൺമെന്റ് ആണോ? സാറേ ഇസ്ലാമിക് ഗവൺമെന്റ് ആണ്. വിദേശ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് നയതന്ത്ര പ്രതിനിധികൾക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത്. അത് അതിന്റെ നയതന്ത്ര ഇസ്രായേലുമായിട്ട് സൗദി അറേബ്യ നയതന്ത്ര ബന്ധമുണ്ടല്ലോ സാറേ. ചോദ്യം അതൊന്നും അല്ല. താങ്കൾ എന്തിനാ അരി എത്രയാന്ന് ചോദിക്കുമ്പോ പയർ 5 അരി എന്ന് പറഞ്ഞിട്ട് 1.5 കിലോ മാവേലി സ്റ്റോറിന്ന് വാങ്ങിച്ചെന്ന് പറയുന്നേ? വേണ്ടല്ലോ. ചോദ്യം ഈ മദ്യം കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ എംബസി ഉദ്യോഗസ്ഥർക്ക് മദ്യം കൊടുക്കുന്നത് സർക്കാർ പെർമിഷനോട് കൂടിയാണ്. ചോദ്യം കൊടുക്കുന്നത് ആരാണ്? മനുഷ്യൻ കൊടുക്കുന്നത് ആരാണ്? സാറേ ഞാൻ പറഞ്ഞില്ലേ സൗദി സർക്കാരാണെന്ന് പറഞ്ഞില്ലേ? സൗദി സർക്കാർ മുസ്ലിമീങ്ങളാണോ അല്ലയോ? സൗദി സർക്കാർ മുസ്ലിങ്ങൾ തന്നെയാണല്ലോ. മതി, താങ്ക് യു. അപ്പൊ സൗദി ഇസ്ലാമിന്റെ ഈറ്റില്ലമായ സൗദിയിലെ മുസ്ലിങ്ങൾക്ക് നയതന്ത്ര പ്രശ്നമാണ് സാറേ. നയതന്ത്ര അങ്ങനെ കൊടുത്തേ പറ്റൂ. ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടില്ലേ ഈ സൗദി അറേബ്യ? ഇദ്ദേഹത്തിന് എന്താ മാന്യതയോടെ സംസാരിക്കുമ്പോഴേ മറ്റുള്ള മിണ്ടായിരുന്നേ, ഒരാൾ സംസാരിക്കല്ലോ, അന്നേരം മിണ്ടായിരിക്കുക. പറ. താങ്ക് യു. അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും കേട്ടു, കേരളത്തിൽ ഒരൊറ്റ മുസ്ലിമും ബാറ് നടത്തുന്നില്ല എന്ന് ആരം പറഞ്ഞു. അതേ ആരം പറയാണ് സൗദി അറേബ്യയിൽ മുസ്ലിങ്ങൾ മദ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇതിലേതാണ് ഏറ്റവും വലിയ തെറ്റ്? കേരളത്തിൽ ബാറ് നടത്താതിരിക്കുന്നതാണോ അതോ സൗദിയിൽ മദ്യം കൊടുക്കുന്നതാണോ തെറ്റ്? എന്റെ കേൾവിക്കാരുടെ ചോദ്യം. അത് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര പ്രശ്നമാണ്. എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അള്ളാഹു വേണ്ട എന്ന് വെച്ച ഒരു കാര്യം നിങ്ങളുടെ രാജാവ് ചെയ്യുകയാണെങ്കിൽ ഈ എന്ത് നയതന്ത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹു മദ്യം വേണ്ടെന്ന് വെച്ചു, നിരോധിച്ചു, ബാൻ ചെയ്തു എന്നൊക്കെ പറയുന്ന നിങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ എന്തിനാ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വരുന്നേ? തെറ്റാണെങ്കിൽ അത് മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെട്ട ഈ ജില്ല ഏതാണെന്നറിയാമോ കേരളത്തില്? മലപ്പുറം ജില്ല. തെളിവ് കാണിച്ചാൽ ഞാൻ ഈ ക്ലബ് ഹൗസ് വിടും. മലപ്പുറം ജില്ലയിലാണ് നമ്പർ 1 എന്ന് കാണിച്ചാൽ ഞാൻ ഈ നിമിഷം ക്ലബ് ഹൗസ് വിടും. എല്ലായ്പ്പോഴും കൊല്ലം ആശ്രാമം മൈതാനത്തുള്ള ആശ്രാമം ഗസ്റ്റ് ഹൗസിന്റെ അടുത്തുള്ളതായിട്ടാണ് കോമ്പറ്റീഷൻ. മലപ്പുറം ജില്ലയെ പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയും പ്രശ്നമല്ല, ചാലക്കുടിയും കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റും തമ്മിലാണ് സ്ഥിരം മത്സരം. എന്തോ ആയിക്കോട്ടെ ആഡം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഒരു തവണ മദ്യത്തിൽ 1ാം സ്ഥാനത്ത് വന്നു ഈ നിമിഷം ഞാൻ ക്ലബ് ഹൗസ് വിടും. നിങ്ങൾ വിട്ടോ? നല്ല കാര്യം, നിങ്ങൾ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മലപ്പുറം വന്നത് ഏത് വർഷം ഏത് ഓണത്തിന്? ആദമേ, എനിക്ക് സബ്ജക്ട് മാറ്റാൻ താല്പര്യമില്ല. എന്റെ താല്പര്യം ആദം കയറുന്ന മലപ്പുറത്തെ കയറി തൂങ്ങണ്ട. അല്ല, ഈ ചോദിച്ചതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ പ്രവാചകൻ ജനിച്ച് ജീവിക്കുകയും അള്ളാഹയുടെ സുന്നത്ത് മുഴുവൻ നടപ്പാക്കുകയും കൈവെട്ടുക, തലവെട്ടുക ഇത്യാദി മനോഹരമായ ആചാരങ്ങൾ നിലനിൽക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ അടക്കപ്പെടുകയും അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന 2 കല്ലുകളെ ഒറ്റ കല്ല് അവിടെ വെച്ച് ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആ പരിശുദ്ധമായ പാവനമായ ഇസ്ലാമിക പരിശുദ്ധമായ നാട്ടിൽ അള്ളാഹുവിന് ഹറാമായ ചാരായ വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വർഷത്തിലെ ആദം ഒരു കാര്യം ഓർക്കണം, ഇത്രയും വർഷങ്ങളിൽ മദ്യം കൊടുത്തുള്ള നയതന്ത്രം ഒന്നും തുടങ്ങിയില്ലല്ലോ. ഇപ്പോഴെന്താണ് മദ്യം നേരത്തെ ഉള്ളതാണ്, ഇപ്പൊ അത് ലഘൂകരിച്ചതാണ്. അതിന്റെ ദുരുപയോഗം തടയാൻ വേണ്ടിയാണ് സൽമാൻ രാജാവ് ചെയ്തത്. ആദമേ, അങ്ങനല്ല, ലഘൂകരിച്ചതല്ല. അതിനെ എന്താ പറയുന്നത്, എംബസി ഉദ്യോഗസ്ഥരെ കൊടുത്ത് കാശ് വാങ്ങുന്നുണ്ട്. കാരണം പണ്ട് കൊടുക്കുന്നുണ്ട്. അത് ദുരുപയോഗം ഈ പുള്ളിയുടെ നുണ പച്ചയ്ക്ക് പൊളിക്കാനാണ് ഏറ്റവും മുകളിൽ ഞാനൊരു ലിങ്ക് ഇട്ടേക്കുന്നത്. നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ എംബസി ഉദ്യോഗസ്ഥർക്ക് മാത്രമേ മദ്യം കൊടുക്കൂ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ല, ഞാനിപ്പോ മുകളിൽ ഒരു ലിങ്ക് ഇട്ടു, കേൾക്കാമോ? പറഞ്ഞതേ ചെക്ക്. കേക്കാം.
അത് ഞാൻ പറഞ്ഞതേ, നയതന്ത്രത്തിന്റെ പേരിൽ കള്ളു കുടിച്ചു, ഇപ്പം ലഘൂകരിച്ചതേ ഉള്ളെന്ന്. ലഘൂകരിച്ചതല്ല, ഗുണീകരിച്ചു എന്ന് പറഞ്ഞാല് പണ്ട് സാറേ എംബസി ഉദ്യോഗസ്ഥർ വെളിയിലുള്ള സൗദികൾക്ക് കൊടുത്ത് കാശാക്കുന്നു, അത് കുറയ്ക്കാൻ വേണ്ടി അടിക്കാതെ ഈ ആദ്യം മണ്ടത്തോണി സാറേ എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും വാർത്തയായിട്ട് വന്നത്. സാറ് പത്രം ഒന്നും കാണുന്നില്ലേ? ആദം ഈ നോണ പറയാതെ, നിങ്ങളുടെ ഈ ഇസ്ലാമിക തക്കി ഇറക്കാതെ അതൊക്കെ ഒരു പോക്കറ്റ് മിനിറ്റ് മടക്കി വെക്കും, ഞങ്ങളുടെ അടുത്ത് വേണ്ട. വർഗീസ് സാറേ ഒരു മിനിറ്റ്. ആദം സാറേ ബബായ്, ഇപ്പൊ തന്നെ ഇറങ്ങി പോവാം. കാരണം ഞാൻ ഓൾറെഡി മലപ്പുറം എങ്ങനെയാണ് 2022 ഫുട്ബോളിന്റെ അന്നത്തെ ദിവസം സൺഡേയിൽ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ വിറ്റതെന്നുള്ളതിന്റെ ന്യൂസ്. സാറേ അങ്ങനെ ഡെയിലി കണക്കില്ല. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യം ഉത്രാടത്തിന് കണക്ക് മാത്രമേ പുറത്തു വിടാറുള്ളൂ. അല്ലാതെ ഫുട്ബോൾ ആഡം പറഞ്ഞ വാക്കിന് വിലയുണ്ടെന്നെങ്കിൽ ഇന്ന് ഈ പരിപാടി നിർത്തി ഇറങ്ങിപ്പോണം. ഹേ കേട്ടോളൂ, റേസ് പറയുന്ന കേക്ക്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോയല്ലോ പാവം. സാറേ എന്ന് വിളിച്ചു. അല്ല, ഇവിടെ ഉണ്ട്, ഒന്ന് പോയി കണ്ടോളൂ. എനിക്ക് രണ്ടാമത് ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ പേരിന്റെ അടിയിൽ പോയി നോക്കുവാണെങ്കിൽ ഞാൻ ആ ന്യൂസ് അവിടെ മാതൃഭൂമിയുടെ ന്യൂസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറേ താങ്ക് യു സോ മച്ച്. സാറ് എല്ലാ ദിവസവും വന്ന് ഞങ്ങളെ എല്ലാവരെയും സാറാക്കുന്നതല്ലേ. അതുകൊണ്ട് ഇന്ന് സാറിന് തിരിച്ചു തന്നിരിക്കുക അവാർഡ് കേട്ടോ. ബൈ, ഹാവ് എ വണ്ടർഫുൾ ടൈം. ഇനി ഒരിക്കലും ഇവിടെ കാണത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. ഞാനവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം. ഒരു മിനിറ്റ് ഇവിടെ റെസിസ്റ്റർ ഇട്ട ആ ഈ ലിങ്ക് ഞാനിവിടെ മോളിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് സംസാരിക്കാം നമുക്ക്. സാറേ ഞാനൊന്ന് പറയുന്നത് തിരുവോണത്തിന്റെ ഉത്തരാദിനെ കണക്ക് മാത്രമേ ഒഫീഷ്യലായി പുറത്തു വിടാറുള്ളൂ. ആഡം ഒന്ന് മ്യൂട്ടാക്കും. ഒരു മിനിറ്റ്. ആഡമെ, നിങ്ങൾ പറഞ്ഞപ്പോ തിരുവോണമെന്നോ ക്രിസ്മസ് എന്നോ ഒരു ചുക്കും നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു മലപ്പുറത്ത് മദ്യം കൂടുതൽ വിറ്റു എന്നുള്ളതിന് തെളിവ് കാണിച്ചാൽ നിങ്ങൾ അന്ന് ക്ലബ് ഹൗസ് വിടാമെന്ന് പറഞ്ഞു. എന്റെ ഉദ്ദേശം നിങ്ങൾ ക്ലബ് ഹൗസ് അല്ല, മൊത്തം നിങ്ങളുടെ പ്രത്യയശാസ്ത്രം തന്നെ വിടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു ചിന്ത. കാരണം താങ്കൾ അത്രയും വലിയൊരു ആരോ ഫണ്ടിതനോ ആണെന്നൊക്കെ കേട്ടു. ഇപ്പോൾ രജിസ്റ്റർ ആ പുള്ളിക്കാരിക്ക് എവിടെ നിന്ന് എത്ര ബുദ്ധി കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, അസാമാന്യ ഒരു സാധനം കൊണ്ടിട്ടേക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും ആ സഹോദരിയുടെ മുമ്പ് സാറേ സോറി ഒറ്റ ദിവസം കൊണ്ട് അതല്ലേ അത് ജെന്റിലെ അത് പറ. സൺഡേയിലെ ഒറ്റ ദിവസം കൊണ്ട് 49 കോടി എങ്ങനെയുണ്ടെന്ന് നോക്കണേ. എന്നിട്ടും ഇത് പറഞ്ഞ് വെറും 30 സെക്കൻഡ് പോലും ആകുന്നതിന് മുമ്പ് തെളിവിട്ടിട്ട് പുള്ളി ഉരുളാൻ നോക്കുന്ന കണ്ടോ? ഇതാണ് യഥാർത്ഥ ഇസ്ലാം. മുഹമ്മദിന്റെ നിങ്ങൾക്കൊരു സല്യൂട്ട്. പുള്ളിയെ കുറെ നാളെ നോക്കി വെച്ചിരിക്കുക. സാറേ എന്ന് ശരി. ഞങ്ങൾ സൺഡേ സ്കൂളിലെ പെൺകുട്ടികൾ മതി, കണ്ടില്ലേ? അല്ല, ഒരു വിടവാങ്ങൽ പ്രസംഗം ഉണ്ടോ നമ്മുടെ ക്ലബ് ഹൗസിൽ? ആദം ബ്രദർ പോണതിന് മുമ്പ് ഒരു ഫെയർവെല്ലാണ്. അപ്പൊ ആദം ബ്രദറെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് സമയമില്ല. ഇല്ല, നന്നായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത്രയും കാലത്തെ നല്ല പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇന്ന് വിരമിക്കുന്നതല്ല, എല്ലാവരുടെയും നിന്ദകൾ ഏറ്റുവാങ്ങി, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി സ്വയം വിരമിക്കേണ്ടി വന്ന ആഡമിനെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്കൾക്ക് തങ്ങളുടെ ലാസ്റ്റ് വിടവാങ്ങൽ പ്രസംഗത്തിനുള്ള അവസരമാണ് ഇപ്പോൾ. വേദിയിൽ മൈക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. താങ്ക് യു ആഡം, വന്നോളൂ. ഉപഹാരമായിട്ട് ആ ലിങ്ക് കൊടുക്കാനായിട്ട് റെസിസ്റ്ററിനെ തന്നെ ഞാൻ ക്ഷണിക്കുന്നു. സിസ്റ്റർ ഇത് ഉപഹാരമായിട്ട് ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് പോയിക്കോളും. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയുവാണേ. ഒരു മനുഷ്യനെ നമ്മളുണ്ടല്ലോ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ അയാൾ ഒറ്റ തവണ കൊന്നാ മതി. അതുകൊണ്ട് ഒരു ദിവസമേ കുടിച്ചുള്ളൂ, ഒറ്റ തവണയെ ചെയ്തുള്ളൂ, അത് എല്ലാ തവണയും വരുന്നില്ല, ഓണത്തിന് സംക്രാന്തിക്ക് വരുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടാപ്പോക്ക് ന്യായവാ. ഒരു ദിവസം കുടിച്ചാലും 10 ദിവസം കുടിച്ചാലും ജീവിതകാലം മുഴുവൻ കുടിച്ചാലും അവൻ കുടിയണ. അതുകൊണ്ട് ആഡം സാർ ബാക്കി പറഞ്ഞോളൂ സാർ. ബാക്കി ഫെയർവെൽ പറഞ്ഞോ. ആദം ബ്രദറെ ഒരു നന്ദി പറഞ്ഞിട്ട് ക്ലബ് അല്ല, ആദം സാറ് ഒരു നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലബ് ഹൗസിനും ഒരു നന്ദി പറഞ്ഞിട്ട് ഈ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പോയിക്കോ. സാർ മൈക്ക് എടുത്തോളൂ. ആദം സാർ
അപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ മാത്രം ചെയ്താൽ പോരാ, മുഹമ്മദ് നാഗത്തുള്ളതും കൂടെ പറയണം. ആദം സാർ, അന്ന് അന്വേഷിച്ചറിയാട്ടോ, മലപ്പുറത്ത് അന്വേഷിച്ച് ചിലപ്പോൾ അറിയാൻ പറ്റും. അന്ന് ചിലപ്പോൾ അവിടെ ബീവറേജിൽ സാധനം ഇല്ലാണ്ട് അപ്പുറത്തെ ജില്ലയിലൊക്കെ പോയി മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെയും അവിടുത്തെ കൂട്ടിയിട്ടുണ്ടാവും മൊത്തം. ഇപ്പൊ അതിന്റെ ടോട്ടലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനോട് കൂടുതൽ വരുമല്ലോ. ന്യൂക്ലിയർ സാറ് മൈക്ക് എടുക്കുന്നില്ലല്ലോ. ഈ മേത്തം അതായത് ബിവറേജസിലൂടെയും വരുന്ന കണക്കുകൾ എന്ന് പറയുന്നത് സാധാരണ എല്ലാ ഓണത്തിനും ഉത്രാടത്തിനും തിരുവോണത്തിനും കണക്കാണ്. അത് 240 മുതൽ 270 കോടി വരെ വരുന്ന കണക്കാണ്. അത് കഴിഞ്ഞ ഉത്രാടത്തിന് 272 കോടി ചാലക്കുടിയും കഴിഞ്ഞ അങ്ങേ തവണ കൊല്ലം അതായത് ബസ് സ്റ്റാൻഡിന് നേരെ അല്ലല്ലോ. എപ്പോഴെങ്കിലും മദ്യവിൽപ്പനയിൽ ഒന്നാമത് എത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തന്നാൽ, കേക്ക് അവിടെ നിൽക്ക് തിളക്കല്ലേ, തെളിവ് കാണിച്ചു തന്നാൽ ഞാൻ ക്ലബ് ഹൗസ് വിടാം എന്ന് പറഞ്ഞ നിങ്ങളുടെ നാവിന്, നിങ്ങളുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാന്നുണ്ടെങ്കിൽ ഉപഹാര പ്രസംഗം നടത്തുക, എന്തായാലും പറയാ ബ്രദേഴ്സ്, വിടവാങ്ങൽ പ്രസംഗം നടത്തുക and get out of clubhouse if you have guts and if you stick on to words. Otherwise it's shame on you. ഇനി വേറെ താഴത്തെ ചാറ്റ് ബോക്സിൽ ഒരാൾ എഴുതി മലപ്പുറം ജില്ലയോന്ന്. അത ചങ്ങായി, മലപ്പുറം ജില്ലേനെ മുകളിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, നോക്ക്. അതെ സഹോദരന്മാരെ, ഈ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഞെട്ടിത്തെറിക്കണ്ട. കാരണം എല്ലാ കുറ്റകൃത്യങ്ങളും മുമ്പിൽ മലപ്പുറം ജില്ലയാണ്. കള്ളക്കടത്ത്, കഞ്ചാവ്, സ്വർണ്ണക്കടത്ത്, ഇങ്ങനെയുള്ള സകലമാന വൃത്തികേടുകളും, ഡിവോഴ്സ്, അതുപോലെ ഉള്ള കാര്യങ്ങള്, മദ്യപാനം, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇവര് മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മുമ്പിലാണ്. നിങ്ങൾ പോലീസിന്റെ ഈ വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് ക്രിമിനൽസിന്റെ പേരുകളെ ഒന്ന് അടിച്ചു നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ ലിസ്റ്റ് കിട്ടും. അതിനകത്ത് കുറ്റം ചെയ്തവരുടെ പേരെടുത്ത് ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുന്നത് പത്തനംതിട്ട ജില്ല, തിരുവല്ല, പത്തനംതിട്ട ആ ഭാഗങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളെ രേഖപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതിനകത്ത് കേരളത്തിലെ മൊത്തം കുറ്റവാളികളുടെ പേരെടുത്ത് നോക്കി അതിനകത്ത് ഭൂരിപക്ഷം മുഹമ്മദുമാരോ അല്ലെ മുസ്ലിം പേരുകളോ ആണ്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേരളത്തിലെ ഈ പോലീസ് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ഇത്. അപ്പൊ അതുകൊണ്ട് മലപ്പുറത്തോ എന്ന് പറഞ്ഞാലും അതിശയോക്തി ഒന്നും പ്രകടിപ്പിക്കേണ്ട. മലപ്പുറമാണ് കാര്യം. മുഹമ്മദിന്റെ ആൾക്കാരാണ് സകല വൃത്തികേടുകൾക്കും ലോകത്തെമ്പാടും മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒന്നാമതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാം എന്നുള്ളതും കൂടെ ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഈ വിടവാങ്ങൽ സമ്മേളനത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുമല്ല വർഗീസ് ഫസ്റ്റ്, വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇയാൾ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഇതിലേക്ക് പോകണമെന്ന് വിചാരിച്ചു, അഡ്രസ് ചെയ്യാത്തതാണ്. ഈ ദുബായിലുള്ള ഈ ബുർജൽ അറബ്, അത് ആരുടെയാണത്? അതിൽ ആ 5 സ്റ്റാർ ഹോട്ടലിൽ എന്താ മദ്യമില്ലേ അവിടെ? അറ്റ്ലാന്റിസ് ആരുടെയാണ്? അറ്റ്ലാന്റിസിൽ അവരുടെ റെസ്റ്റോറന്റിൽ വലിയ വൈൻ വെച്ചിട്ടുള്ള ഒരു ട്രീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്താ മദ്യമില്ലേ? ഈ എത്രയോ മിഡിൽ ഈസ്റ്റിലെ ഡാൻസ് ബാറിലൊന്നും മദ്യമില്ലേ? പിന്നെ അറ്റ്ലാന്റിസിലെ സൂപ്പർ ബാറാണ്. അതെ അതെ. അവിടെ എന്താ മദ്യമില്ലേ? അത് അറ്റ്ലാന്റിസ് ആരെയെന്ന് അറിയാമോ? അപ്പൊ നമ്മള് ഇവരുടെ ഇയാൾ ഈ പറയുന്ന കാര്യമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഈ ഒരു ആർഗ്യുമെന്റ് ഒന്നും നിലനിൽക്കുന്നതാണോ? ഈ ദുബായിൽ എത്രയോ ഡാൻസ് ബാർ ഉണ്ട്. ഇതിന്റെ ഓണർഷിപ്പ് ആരുടെയില്ല? ഇത് ഇവിടെ ഒന്നും മദ്യമല്ലേ കൊടുക്കുന്നത്? ആരെങ്കിലും ഇനി ആഡമിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ക്ലബ് ഹൗസിലെ ആദം ഉണ്ടല്ലോ, നമുക്ക് പുള്ളിയോട് പോയിട്ട് മെസ്സേജ് അയക്കണം. അപ്പൊ പുള്ളി ക്ലബ് ഹൗസിൽ എന്റെ ജെന്റിലെ വെറുതെ വിട് പോട്ട്. ക്ഷമി, ഒരബദ്ധം വായിന്ന് വന്നു പോയതാ. നിങ്ങൾ ഇങ്ങനെ ക്ഷമിക്കായിരുന്നു പിന്നെ ആര് ക്ഷമിക്കും? ജെന്റില് സെൻഡ് ഓഫ് കൊടുത്ത ആരാന്നറിയോ? സിസ്റ്റർ. സിസ്റ്ററിന്റെ കയ്യിൽ നല്ല സ്മാർട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടിച്ചോ സിസ്റ്റർ? എന്റെ പൊന്നെ, ഇവിടെ എങ്ങനെയാന്നറിയോ? കെട്ടിത്തൂക്കി, വെട്ടിക്കൊന്ന്, ചുട്ടെടുത്ത്, പിന്നെ വറുത്തെടുത്ത്, പൊരിച്ചെടുത്ത് നമ്മൾ മത്തി ഉണ്ടാക്കില്ലേ എന്നതുപോലെയാണ് സംഭവിച്ചത്.
അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു. അത് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷം. സ്ത്രീകൾക്ക് ഹാഫ് ബ്രെയിൻ ആണെന്ന് പറഞ്ഞ മുഹമ്മദ് ഉണ്ടായിരുന്നെങ്കിൽ റേസിസ്റ്റ് മതിയായിരുന്നു. ആഡമിന് ഭയം അത്രേ, പാവം പുള്ളി താഴത്തെ എഴുതി വെക്കുക. എന്നിട്ടും പോയിട്ടില്ല ഇതുവരെ. ഷോ നാണമില്ല വാക്ക് പറഞ്ഞിട്ട്. ആ താഴ്ത്തിരിക്കണോ?